ഹായ് ഓൾ, ഒരിക്കൽ കൂടി M5ലേക്ക് സ്വാഗതം. ഞാൻ സിപി നൂറുദ്ദീൻ. നമുക്ക് 2024 കറണ്ട് അഫയേഴ്സ് ധാരാളമായിട്ട് ഇപ്പോൾ ഉള്ള പരീക്ഷകളിൽ ചോദിച്ചു വരുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ഇവൻ ജൂൺ മാസത്തിലെ പോലും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കുന്നതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ചിലയിടങ്ങളിൽ നിങ്ങൾ പത്രങ്ങളൊക്കെ വായിക്കുന്നവരാണെങ്കിൽ ഒന്നുപോലും മിസ് ചെയ്യത്തില്ല. പത്രങ്ങൾ എന്ന് പറയുമ്പോൾ മലയാളം മാത്രമല്ല കേട്ടോ, ഇംഗ്ലീഷ് ദിനപത്രങ്ങളും നമുക്കിപ്പോൾ ആവശ്യമാണ്. ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ മാത്രമായിട്ട് വരുന്ന ചില അന്താരാഷ്ട്ര ഫാക്റ്റുകൾ ഇപ്പോൾ PSC പരീക്ഷകളിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് M5 കേരള PSC എന്ന ടെലഗ്രാം ചാനൽ, ആ ചാനൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്തോളൂ. അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ടെലഗ്രാമിൽ M5 കേരള PSC എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷനുള്ളിലും നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ വളരെ വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ്. അപ്പൊ ഇതൊക്കെ കൃത്യമായി പത്രം വായിക്കുന്നവർക്ക് ഉത്തരം കിട്ടും. അരകവ്യൂഹം എന്നുള്ളതാണ്. അരകവ്യൂഹം. അപ്പോൾ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണെന്നുള്ളത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാം, അല്ലെ? ചാൻസലർ എന്ന് പറയുന്നത് ആരാ? PSC ചോദ്യമാണ്. മല്ലിക സാരാഭായ്, അല്ലെ? ശരി. അപ്പൊ ഇനി ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വൈസ് ചാൻസലർ ആണ്. വൈസ് ചാൻസലർ B അനന്തകൃഷ്ണൻ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ മല്ലിക സാരാഭായ്, വൈസ് ചാൻസലർ വന്നിട്ട് B അനന്തകൃഷ്ണൻ. മ്യൂസിക് ബാൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നമ്മൾ ഇവിടെ പഠിച്ചിരിക്കുന്നത്, അരകവ്യൂഹം. അടുത്തത് 2024-25 ഇടക്കാല കേന്ദ്ര ബഡ്ജറ്റ്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേന്ദ്ര സർക്കാർ നടത്തിയ ബഡ്ജറ്റ്, ഇടക്കാല ബഡ്ജറ്റ്, അത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. 2024 ഫെബ്രുവരി 1-നാണ്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിച്ചു വരുന്ന ചില രീതികൾ, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം കറണ്ട് അഫയേഴ്സിൽ നിന്നും. 2024-25 ഇടക്കാല കേന്ദ്ര ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ വിഹിതം ലഭിച്ച മന്ത്രാലയം, അല്ലെ? ഇപ്പോ ബഡ്ജറ്റില് ഇത്ര രൂപ ഓരോരോ മന്ത്രാലയങ്ങളിലേക്ക് അല്ലെങ്കിൽ ഓരോരോ മേഖലകളിലേക്ക് വിഭജിച്ച് നൽകാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2024-25 2024 ഫെബ്രുവരി 1 അവതരിപ്പിച്ച 2024-25 ഇതൊരു ഇടക്കാല കേന്ദ്ര ബഡ്ജറ്റ് ആണ്. അതല്ലാതെ നമുക്ക് 2024 ജൂലൈയില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമതായിട്ട് അധികാരമേറ്റതിനു ശേഷം, മൂന്നാമത്തെ തവണയും പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റ ശേഷം ഒരു റെഗുലർ ബഡ്ജറ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റിയല്ല പറയുന്നത്. 2024 ഫെബ്രുവരി 1 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച, ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഇടക്കാല ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ വിഹിതം ലഭിച്ച മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയമാണ് കേട്ടോ. രണ്ടാമത്തേത് റോഡ് ഗതാഗതവും ഹൈവേകളും, മൂന്നാമത്തേത് റെയിൽവേ, നാലാമത്തേത് ഉപഭോക്താകാര്യം, ഭക്ഷണം ആൻഡ് പൊതുവിതരണ മന്ത്രാലയമാണ്. അപ്പൊ ഇത് കറക്റ്റായിട്ട് ആദ്യ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ PSC ഇപ്പോ ചോദിച്ചു വരുന്നുണ്ട്. എല്ലാ കാലത്തും മിക്കപ്പോഴും പ്രതിരോധ മന്ത്രാലയത്തിനാണ് ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുന്നത്. എന്നാൽ ഇതേ സമയം ഏറ്റവും കൂടുതൽ സബ്സിഡി ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി, അല്ലെ? അതായത് ഈ അവശ്യ സാധനമാണ്, അതിന്റെ വില കുറച്ച് ജനങ്ങൾക്ക് കിട്ടുകയും വേണം, അല്ലെ? അതിനായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഡിസ്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അത് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, സബ്സിഡി എന്ന നിരക്കിൽ, അല്ലെ? അപ്പൊ അത് ഇത്തവണ ഏറ്റവും കൂടുതൽ സബ്സിഡി, അതിനായിട്ട് ഏറ്റവും കൂടുതൽ ഇത് മാറ്റിവെച്ചിരിക്കുന്നത് ഭക്ഷ്യ സബ്സിഡിക്കാണ് കേട്ടോ. ഭക്ഷ്യ സബ്സിഡി. അത് കഴിഞ്ഞാൽ വളം അഥവാ ഫെർട്ടിലൈസർ സബ്സിഡി. മൂന്നാമത്തേത് പലിശ സബ്സിഡി. കേന്ദ്ര ഗവൺമെന്റ് പലതരത്തിൽ വായ്പകൾ നൽകുന്നുണ്ട്. ആ വായ്പകൾ തിരിച്ചടയ്ക്കുന്നവർക്ക്
പലിശയിൽ ഡിസ്കൗണ്ട് നൽകപ്പെടുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ പലിശ ഇത്ര കുറച്ചടച്ചാൽ മതി. അപ്പൊ അതിന്റെ ആ ഒരു ഡിസ്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ബാധ്യത കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നു. അതാണ് പലിശ സബ്സിഡി എന്ന് പറയുന്നത്. നാലാമത് LPG സബ്സിഡി. ഈ LPG സബ്സിഡി എടുത്തു കളഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലാവും വീട്ടിൽ ഗ്യാസും മറ്റുമൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിച്ചിരിക്കണം. ഇനി ഏറ്റവും കൂടുതൽ ഈ ഒരു ഇടക്കാല ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വിഹിതം ലഭിച്ചിരിക്കുന്ന പദ്ധതി സ്വാഭാവികമായിട്ടും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. രണ്ടാമത്തേത് പ്രധാനമന്ത്രി ആവാസ് യോജന. ഇപ്പൊ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ അതിന്റെ ഒരു ഭാഗമായിട്ട് ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് ഒരു പങ്കുണ്ട് അതില്. അതുപോലെ തന്നെ മൂന്നാമത്തത് ജൽജീവൻ മിഷൻ, അതായത് ഗ്രാമീണ കുടിവെള്ള പദ്ധതിയാണ് ജൽജീവൻ മിഷൻ എന്ന് നമുക്ക് പറയാം. നാലാമത്തത് PM കിസാൻ സമ്മാൻ നിധി. ഇതാണ് ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ സ്ഥിരം ചോദ്യമാണ് ഈ ഇടക്കാല ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ, അതായത് നമ്മുടെ ഈ ഇടക്കാല ബഡ്ജറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആരും നിസ്സംശയം എല്ലാവർക്കും ഉത്തരം പറയാം, വായ്പ കടമെടുക്കൽ എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് എന്നുള്ളതാണ് അല്ലെ. അതായത് പലിശ നിരക്കിൽ വായ്പ വഴി ലഭിക്കുന്ന പണം, അതൊരു ലയബിലിറ്റിയാണ്, അതൊരു ബാധ്യതയാണ് കേന്ദ്ര സർക്കാരിന്. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ വരുമാനം, അതിലൂടെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം കേന്ദ്ര സർക്കാർ നേടിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അതിനുശേഷം ആദായ നികുതിയിൽ നിന്ന് അഥവാ ഇൻകം ടാക്സ്, മൂന്നാമത്തേത് GST അഥവാ ചരക്ക് സേവന നികുതി, നാലാമത്തേത് കോർപ്പറേഷൻ നികുതി. കോർപ്പറേഷൻ നികുതി എന്ന് പറഞ്ഞാൽ കമ്പനി ടാക്സ് ആണ്, കമ്പനികൾക്ക് മറ്റുമെല്ലാം കൊടുക്കേണ്ടി വരുന്ന ഒരു ഡയറക്റ്റ് ടാക്സ് ആണ് കോർപ്പറേഷൻ നികുതി എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്, ഇടക്കാല ബഡ്ജറ്റ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വരുമാനം എങ്ങനെ ലഭിച്ചിരിക്കുന്നു ചോദിച്ചാൽ വായ്പ മുഖേന, പലിശ നൽകി വായ്പ മുഖേനയുള്ള കടമെടുക്കൽ വഴി, അല്ലെങ്കിൽ ബോറോയിങ്സ് ആൻഡ് ലയബിലിറ്റീസ്. അതിനുശേഷം രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ഇൻകം ടാക്സ് അഥവാ ആദായ നികുതിയാണ്. അപ്പൊ അവിടെ തന്നെ ഒരു ഉത്തരം കിട്ടി. ഏത് നികുതി വരുമാനത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ എന്ത് പറയാം, അവിടെ വീണ്ടും കടമെടുക്കൽ എന്ന് പറയരുത്. കടമെടുക്കൽ ഒരു നികുതി വരുമാനമല്ല. ഓക്കെ, ഏത് തരം നികുതി വരുമാനത്തിൽ നിന്നാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഇത്തവണ ലഭിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ആദായ നികുതി എന്ന് പറയും. അതിന് തൊട്ട് താഴെയുള്ള GST ഇതാ ഇവിടെ വന്നു. മൂന്നാമത് കോർപ്പറേഷൻ നികുതി, നാലാമത് നമ്മൾ പഠിച്ചിരിക്കുന്നത് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടിയാണ്, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. അപ്പോ ഏറ്റവും കൂടുതൽ വിഹിതം നേടിയിരിക്കുന്നത് എങ്ങനെയാ, ബോറോയിങ്സ് ആൻഡ് ലയബിലിറ്റീസ്. ടാക്സിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിഹിതം നേടിയിരിക്കുന്നത് ഇൻകം ടാക്സ് വഴിയാണെന്നുള്ളതും മറന്നിരിക്കുക. ചോദ്യം എക്സൈറ്റ്മെന്റ് കാണിച്ച് തെറ്റിക്കരുത്. ഇനി 2024-25 ഇടക്കാല കേന്ദ്ര ബഡ്ജറ്റ് റിപ്പോർട്ട് പ്രകാരം നികുതി വരുമാനത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന വിഹിതം, ഇപ്പോ നികുതി 100% നികുതി പണം കയ്യിലുണ്ട് കേന്ദ്രത്തിന്റെ കയ്യിൽ, അത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും സംസ്ഥാനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള വിഹിതം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ വിഹിതവും മറ്റ് കാര്യങ്ങളെ പറ്റിയൊക്കെ കേന്ദ്ര സർക്കാരിന് നൽകുന്ന ശുപാർശ ആരാണ്, കേന്ദ്ര സർക്കാരിന് ഇത്ര ശതമാനം കൊടുത്താൽ നന്നായിരിക്കും എന്ന് തുടങ്ങിയ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ശുപാർശയൊക്കെ ചെയ്യുന്നത് കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്തവണ 21% കേന്ദ്രത്തിന്റെ നികുതി ഇനത്തിൽ നിന്നുള്ള 21% സംസ്ഥാനങ്ങൾക്കൊട്ടാകെ മാറ്റിവെച്ചു. അതിൽ UP പോലുള്ള മധ്യപ്രദേശ്, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. ഓക്കെ, രാജ്യത്തുടനീളമുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ശ്രദ്ധിക്കുക, പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൈകാര്യം ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, UWIN അഥവാ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ വിൻ എന്നുള്ളതാണ്. സോ UWIN, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ വിൻ. അമേരിക്കയ്ക്ക് പുറത്ത്, US-ന് പുറത്ത് ഏറ്റവും വലിയ ഗൂഗിൾ ക്യാമ്പസ് നിലവിൽ വരുന്നത് എവിടെയെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഗച്ചിബൌളി, ഹൈദരാബാദ്, തെലങ്കാനയിലാണ് ഹൈദരാബാദ്. ഇനി ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ
സമയം ചെലവഴിച്ചയാളെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി. വെരി വെരി ഇമ്പോർട്ടന്റ്. 878 ദിവസമാണ് അദ്ദേഹം ഭ്രമണപഥത്തിൽ ചെലവഴിച്ചത്. ഒലെഗ് കൊനെനെങ്കോ. ഓക്കെ, മറ്റൊരു റഷ്യക്കാരന്റെ റെക്കോർഡാണ് ഇദ്ദേഹം തകർത്തത് കേട്ടോ. ആ വ്യക്തിയുടെ പേര് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഇദ്ദേഹത്തിന്റെ പേര് തന്നെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഒലക്ക എന്നൊക്കെ പഠിച്ചു വയ്ക്കുക. ഒലക്ക, അറിയാൻ പാടില്ലാത്ത ചോദ്യത്തിന് ഒലക്ക അല്ലെ. ഒലെഗ് കൊനെനെങ്കോ, ഒലെഗ് കൊനെനെങ്കോ. അപ്പോ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഫ്രഞ്ച് ബഹിരാകാശ സഞ്ചാരിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. ആരാ? പേരെന്തായിരുന്നു? തോമസ് പെസ്കറ്റ്. തോമസ് പെസ്കറ്റ്, അതും മറക്കരുത്. DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ഹൈസ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർജറ്റ് അറിയപ്പെടുന്ന പേര് അഭ്യാസ് എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ ഇതെന്താണെന്നുള്ളത്? ഹൈസ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർജറ്റ് അഥവാ ഹീറ്റ് എന്ന് പറയും. ഇതെന്താണെന്നറിയാമോ? നമ്മൾ ഈ പരീക്ഷണങ്ങൾക്കും മറ്റ് പരിശീലന പരിപാടികൾക്കൊക്കെ മിസൈലുകൾക്കും മറ്റ് പേടകങ്ങൾക്കുമെല്ലാം ഒരു ലക്ഷ്യസ്ഥാനം നൽകും, അല്ലെങ്കിൽ ഒരു ലക്ഷ്യസ്ഥാനം അഥവാ ഒരു ടാർജറ്റ് നൽകും. അത്തരത്തിൽ ഒരു ടാർജറ്റ് DRDO തന്നെ വികസിപ്പിച്ചെടുത്തു. അതിന്റെ പേരാണ് അഭ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ നോട്ട് ടെലഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. എഴുതിയെടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല, സമയം കളയണ്ട. അല്ലെങ്കിൽ ലേണിംഗ് ആപ്ലിക്കേഷനിൽ നിന്നുണ്ടാവും. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏഷ്യയിലെ തന്നെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം എന്താ? ബഹിരാകാശ യാത്രികർക്കായുള്ള. ഇന്ത്യ തന്നെ ഒരു ബഹിരാകാശ ദൗത്യം ഇപ്പോ കൊണ്ടുവരുന്നുണ്ട്, ഗഗൻയാൻ എന്ന് പറയുന്ന മിഷൻ അല്ലെ. അപ്പോ ഇത് എവിടെയാ? നവി മുംബൈ, മഹാരാഷ്ട്ര. 2024 ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി 2-നാണ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് അല്ല ഹ്യൂമൻ വെൽബീങ് എന്നുള്ളതാണ് ഈ പറയുന്ന തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? വെറ്റ്ലാൻഡ്സ്. വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? തണ്ണീർത്തടം. ആൻഡ് ഹ്യൂമൻ വെൽബീങ് എന്നുള്ളതാണ്. സോ 2024 ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. പ്രമേയം വെറ്റ്ലാൻഡ്സ്, തണ്ണീർത്തടവും ഹ്യൂമൻ വെൽബീങ് അല്ലെങ്കിൽ മനുഷ്യ ക്ഷേമവും എന്ന അർത്ഥത്തോടു കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. 2023 നമ്മൾ പഠിച്ചിരുന്നു. പൂർണ്ണമായിട്ട് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല, എന്നാൽ കൂടിയിട്ടും വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ ഉണ്ടായിരുന്നു. സോ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റും. വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നുള്ളൊരു വേർഡ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കോളാം. 2024 7ാമത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനം അഥവാ ഇന്ത്യൻ ഓഷ്യൻ സമ്മിറ്റ് നടന്നിരിക്കുന്നത്. ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളും ഓസ്ട്രേലിയയും ഒക്കെ വരുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിലെ പെർത്തിലാണിത് സംഭവിച്ചത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യം ഇതിൽ പങ്കെടുത്തിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രാഫി എന്താ പറയുന്നത്? എപ്പിഗ്രാഫി എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മലയാളത്തിൽ പറഞ്ഞ മലയാളം എനിക്കും കിട്ടും. ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻ, സ്റ്റഡി ഓഫ് ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ്, അതായത് പുരാതന ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ലിഖിതങ്ങൾ. ഞാൻ ഒപ്പിച്ചു. പുരാതന ലിഖിതങ്ങളുടെ പഠനത്തിനായിട്ട് ഒരു ഡിജിറ്റൽ മ്യൂസിയം ഇന്ത്യയിൽ വന്നു. എവിടെ? ഹൈദരാബാദ്. ഓക്കെ, തെലങ്കാന. 2024 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 8 മുൻ ഇന്ത്യൻ നാവിക സേനാംഗങ്ങളെ വിട്ടയച്ച രാജ്യം ഖത്തറാണ് കേട്ടോ. ഖത്തറിന് ഇന്ത്യയുമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത രാജ്യമാണ്. സോ ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ ചോദ്യങ്ങൾ ഇപ്പോൾ ഒരുപാട് കയറി വരുന്നുണ്ട്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, മെഡിസിൻ എന്നിവയിൽ ഇന്ത്യൻ വനിതകൾക്കായി ആരംഭിച്ച പോർട്ടൽ. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പോർട്ടലാണ് സ്വാതി എന്ന് പറയും. സ്വാതി എന്നുള്ള പേര് ഓർത്താൽ മതി. സയൻസ് ഫോർ വിമൺ, എ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളതാണ്. എ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക്. മുന്നേ ഒരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് കോഴിക്കോടുകാർക്കറിയാം, മാനാഞ്ചിറയിലാണ്. മാനാഞ്ചിറ. മേരാ പെഹ്ലാ വോട്ട് ദേശ് കെ ലിയെ, ദേശത്തിനായി എന്റെ ആദ്യത്തെ വോട്ട് എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് അല്ലെ. നമ്മുടെ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണിത് നടത്തിയത്.
ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിന്റെ പേര് ഹോമോസെപ്പ് ആറ്റം. അപ്പൊ ഇത് ഓർത്തോളുക, ഇത് വികസിപ്പിച്ചത് ആര് എന്നുള്ളതാണ്, IIT മദ്രാസ്. അപ്പൊ അവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. 2024 സൂപ്പർ ചോദ്യമാണ്. IIT മദ്രാസ് വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സെപ്റ്റിക് ടാങ്ക്, ശ്രദ്ധിക്കണം, വീടുകളിലൊക്കെ ഉള്ള സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റോബോട്ട് ഹോമോസെപ്പ് ആറ്റം. ഇനി 2024 ലോക ഗവൺമെന്റ് ഉച്ചകോടി. ഓക്കെ, ഈ ലോക ഗവൺമെന്റ് ഉച്ചകോടി നമ്മുടെ UAE വെച്ചാണ് നടന്നത് കേട്ടോ. അതും കൂടെ നോക്കിക്കോളാം. UAE ഞാനിവിടെ എഴുതിയിട്ടില്ല, കുഴപ്പമില്ല. ഓക്കെ, ഗവൺമെന്റ് ടെക് പുരസ്കാരം നേടിയ രാജ്യം, അതായത് 2024 ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ ലോകത്തിലെ വിവിധ സർക്കാരുകളെ വിളിച്ച് ചേർത്ത് അത്തരത്തിലുള്ള ഒരു സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഉച്ചകോടിയിൽ ഗവൺമെന്റ് ടെക് പുരസ്കാരം നേടിയ രാജ്യം നമ്മുടെ സ്വന്തം ഇന്ത്യ. AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് ഗവൺമെന്റ് സർവീസസ് എന്ന വിഭാഗത്തിലാണ് വിജയിച്ചത്. ഓക്കെ, അതേ കണ്ട ഇതേ ഇടത്ത് വെച്ച് തന്നെ ലോകത്തിലെ ആദ്യത്തെ എയർ ടാക്സി നിലവിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റിൽ UAE ഒപ്പിട്ടു. അതായത് ലോകത്തിലെ ആദ്യത്തെ എയർ ടാക്സി നിലവിൽ വരികയാണ്. എയർ ടാക്സി അതെവിടെയാ? ദുബായിലാണ്. കണ്ടോ, UAE വെച്ചാണ് ഈ പറയുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടി അഥവാ വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ് നടന്നത്. ഇവിടെ വെച്ച് തന്നെ ഒരു തീരുമാനമെടുത്തു. എയർ ടാക്സി നിലവിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റിന് UAE സർക്കാർ ഒപ്പുവെച്ചു. കർണാടകയിലെ ശിവമോഗ വിമാനത്താവളത്തിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കർണാടക ശിവമോഗ വിമാനത്താവളം എനിക്ക് തോന്നുന്നു ഒരു 2022 കാലഘട്ടത്തിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് BJP നേതാവ് കർണാടകയുടെ മുൻ മുഖ്യമന്ത്രി കൂടിയായ BS യെദ്യൂരപ്പയുടെ പേരിലേക്ക് ശിവമോഗ വിമാനത്താവളം അദ്ദേഹത്തിന്റെ പേരിലേക്ക് പുനഃനാമകരണം ചെയ്യണമെന്നൊക്കെയുള്ള ഒരു തീരുമാനമൊക്കെ ഇങ്ങനെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടൊക്കെ വലിയ ഡിബേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ ആളുകൾ വന്നു. അത് നടന്നില്ല. പക്ഷെ ഇപ്പോ പുതിയ പേര് വന്നിരിക്കുകയാണ്, രാഷ്ട്രകവി കൂവമ്പ് വിമാനത്താവളം. ഓക്കെ, സിദ്ധരാമയ്യാണ് കർണാടക മുഖ്യമന്ത്രി, DK ശിവകുമാറാണ് ഉപമുഖ്യമന്ത്രി. ഓക്കെ, കർണാടകയും ആന്ധ്രാപ്രദേശും തമ്മിൽ മാറിപ്പോകരുത്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ്, ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ. 2024 ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ സ്കിൽസ് ഉച്ചകോടി. ഇപ്പൊ ഡിജിറ്റൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഗവേണൻസിന്റെ ഭാഗത്തുള്ള കറണ്ട് അഫയറിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ സ്കിൽസ് ഉച്ചകോടി 2024 നടന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ഓപ്ഷൻ ഗുവാഹത്തി വന്നാൽ കൊടുക്കത്തില്ല, ഭുവനേശ്വരോ ഡൽഹിയോ മുംബൈ ഒക്കെ കൊടുത്താൽ അവിടെ കുത്താനാണ് ചാൻസ്. അപ്പൊ ഇത് ഓർത്ത് പോവുക, ഇത് നോർത്ത് ഈസ്റ്റിലാണ് ഇത് നടന്നിരിക്കുന്നത്. ഓക്കെ, ഗുവാഹത്തി, ആസാം. ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിന് 12 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഹാമർ ത്രോ താരം രചന കുമാരി. അസാമിലെ ജോർഹട്ടിൽ അഹോം ജനറൽ ലച്ചിത് ബോർഫുക്കന്റെ 125 അടി വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് 2024 സോ വെരി ഇമ്പോർട്ടന്റ് ആണ്. അഹോം രാജവംശം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത്? അസാം ആണ് അല്ലെ. അപ്പൊ അഹോം ജനറൽ ആയിരുന്ന അഹോം രാജവംശത്തിൽ ഒരു പട്ടാള ഭരണാധികാരിയായ ലച്ചിത് ബോർഫുക്കന്റെ 125 അടി വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ആരുടെ എന്നുള്ളത് ഒരു ചോദ്യം അല്ലെ. എവിടെ എന്നുള്ളത് അസാമിലെ ജോർഹട്ടിലാണ്. ആരാണ് എന്നുള്ളത് നരേന്ദ്രമോദി. 3 ചോദ്യങ്ങളാണ്, ഉത്തരങ്ങളാണ് അവിടെ ഒളിഞ്ഞിടക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ, ഈ ചോദ്യത്തിനുള്ള ഉത്തരം രോഹിത് ശർമ്മ എന്ന് കൊടുക്കാം. മഹേന്ദ്ര സിംഗ് ധോണി വന്നാൽ അവിടെ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ചില ആളുകൾ വിരാട് കോഹ്ലിക്ക് ഇട്ട് കുത്തും. ഓക്കെ, സിക്സറുകൾ നേടുന്നതിൽ ഇപ്പോ രോഹിത് ശർമ്മയെ കഴിഞ്ഞ് ആരും ഉള്ളൂ അല്ലെ. ഇനി ദക്ഷിണ കൊറിയ അഥവാ സൗത്ത് കൊറിയ പുതുതായിട്ട് വികസിപ്പിച്ച നെല്ലിനം, പുതിയ റൈസ് ഇനം, അതാണ് മീറ്റി റൈസ് എന്ന് പറയുന്നത്, മീറ്റി റൈസ്. ഇനി കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റും ചേർന്ന് സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് വ്യവസായ പാർക്ക് ഇത് ആരംഭിക്കുന്നത് കൊല്ലം കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കരയിൽ ഒരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഓക്കെ, സോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് കൊട്ടാരക്കര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട്. ലോകത്തിലെ ആദ്യത്തെ വേദ ഘടികാരം, പഴയ കാലത്തൊക്കെ സമയം കണക്കുകൂട്ടാൻ ഉപയോഗിച്ചു ഇരുന്ന ഒരു സംവിധാനമാണ്
വേദ ഘടികാരം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു വേദ ഘടികാരം ലോകത്തിൽ ആദ്യമായിട്ട് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ്. ഉജ്ജയിനി. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെയും ആഫ്രിക്കയിലെ ഏറ്റവും വലുതുമായ പള്ളി സ്ഥാപിച്ച രാജ്യം 2024 ഒരു ടോപ്പ് ഇന്റർനാഷണൽ കറണ്ട് അഫെയർ ആണ് അൾജീരിയ. ആഫ്രിക്കൻ രാജ്യമായ അൾജീരിയയിലാണ് ഇപ്പോൾ ഒരു പള്ളി പണിതിരിക്കുന്നത്. ഇത് അപ്പൊ നിങ്ങൾ ചോദിക്കും, ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി അല്ലെങ്കിൽ മുസ്ലിം പള്ളിയാണ് ഉദ്ദേശിക്കുന്നത്. ആഫ്രിക്കയിലെ ഒരു മുസ്ലിം രാഷ്ട്രമാണ് അൾജീരിയ എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ ഒരു മുസ്ലിം രാജ്യമാണ് അൾജീരിയ. ഓക്കെ. സോ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി എവിടെ സ്ഥിതി ചെയ്യുന്നത്? മെക്കയിലാണ്. ഓക്കെ. നമ്മുടെ സൗദി അറേബ്യയിലാണ് ലോകത്തിലെ ഏറ്റവും വലുത്. ഇത് ആഫ്രിക്കയിലെ ഏറ്റവും വലുത്. കരകൗശല തൊഴിലാളികൾക്കായിട്ട്, അതായത് കൈകൊണ്ട് തൊഴിൽ ചെയ്യുന്ന അവരുടെ സമഗ്രമായ പിന്തുണ നൽകുന്നതിനായിട്ട് PM വിശ്വകർമ്മ യോജന ആരംഭിച്ച മന്ത്രാലയം. അത് കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായ മന്ത്രാലയമാണ്, അല്ലെങ്കിൽ നമ്മൾ പറയും മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസസ് മിനിസ്ട്രിയാണ്. അപ്പൊ എന്താണ് PM വിശ്വകർമ്മ? സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിലെ വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധരെ അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമുള്ള ഒരു വേദി നൽകി അവരെ ശാക്തീകരിക്കുക. ഉണ്ടോ? വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് PM വിശ്വകർമ്മ. ഓക്കെ. ഇനി 2023 സി കേശവൻ അവാർഡ് ആർക്കാണ് ലഭിച്ചത് എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് തോന്നി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് നൽകിയത്. ഒരു പത്രത്തിൽ ഫോട്ടോ കട്ടിങ് കൂടി വരുന്നുണ്ടായിരുന്നു. ആത്മീയ നേതാവാണ്, എല്ലാവർക്കും അറിയാം, മാർക്ക് ക്ലിമീസ് ബസേലിയസ്. അദ്ദേഹത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. 2024 റബ്ബറിലെ ഗവേഷണത്തിലും വികസനത്തിനുമുള്ള മികവിന് BC ശേഖർ പുരസ്കാരം ലഭിച്ച മലയാളി C കുരുവിള ജേക്കബ്. റബ്ബർ എന്ന് പറയുമ്പോൾ ഒരു മലയാളികളാണ് അതിൽ സൂപ്പറായിട്ട് നിൽക്കുന്നത്, അല്ലെ? കുരുവിള ജേക്കബ്. ഇനി സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ എവിടെ വരുന്നു? റാങ്പോ, അല്ലെ? അതിന് തറക്കല്ലിട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഇവിടെയും നരേന്ദ്രമോദി തന്നെയാണ് കേട്ടോ. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ 7 അതിന്റെ കൂട്ടത്തിൽ നമ്മൾ വേണമെങ്കിൽ സിക്കിമിനെ കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ച് പറയുകയാണെങ്കിൽ, അല്ലെ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സിക്കിം വരത്തില്ല, പ്ലസ് സിക്കിം എന്നും കൂടി നമുക്ക് പറയാം. ഏകദേശം അതേ ഒരു സ്റ്റൈലാണ് അവർക്ക്, അല്ലെ? അപ്പോൾ സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ വരുന്ന സ്ഥലം റാങ്പോ. ഇതിന് തറക്കല്ലിട്ടത് നരേന്ദ്രമോദി. 2 ചോദ്യങ്ങൾ. ഇന്ത്യൻ റെയിൽവേ പാസഞ്ചർ ട്രെയിനിനെ പുനർരൂപകൽപ്പന ചെയ്തെടുക്കുന്ന പേരാണ് എക്സ്പ്രസ് സ്പെഷ്യൽ എന്നുള്ളത്. അപ്പോൾ ഇനി അങ്ങ് പാസഞ്ചർ ട്രെയിനുകളൊക്കെ അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. അതിനെ റീഡിസൈൻ ചെയ്ത് പുതിയ പേര് നൽകും, എക്സ്പ്രസ് സ്പെഷ്യൽ എന്നുള്ളതാണ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഏതെന്നുള്ള, അത് അമേരിക്കയിലെ ഒരു സ്വകാര്യ കമ്പനി, അല്ലെ, ഒഡീസിയസ് എന്ന ഒരു സ്വകാര്യ പേടകമാണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങുന്നത്. ഇത് അമേരിക്കയിലെ ഒരു കമ്പനിയാണ് ഇറക്കിയത് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്, നിങ്ങൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തൊട്ട് അടുത്ത രാജ്യം. പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് ഷഹബാസ് ഷെരീഫാണ്. നവാസ് ഷെരീഫ് നിങ്ങൾ കേട്ടാണ്, നവാസ് ഷെരീഫിന്റെ സഹോദരനാണ് അദ്ദേഹം. മാത്രമല്ല ക്രിക്കറ്റ് താരവും മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരവും അതുപോലെ തന്നെ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കായിരുന്ന ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിലാണ്. ആന്റിബയോട്ടിക് പ്രതിരോധത്തിന്റെ തോത് അറിയാനും അതനുസരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനുമായി ഇന്ത്യയിൽ ആദ്യമായി ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം. ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം തടയുന്നതിന് വേണ്ടി ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത്തരത്തിൽ ഗുളികകൾ നൽകരുത് എന്ന കർശനമായ നിലപാട് കേരള സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പിച്ച് ക്യൂറേറ്റർ, അതായത് നമ്മൾ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് പിച്ച് തയ്യാറാക്കും, അല്ലെ, സാധാരണ ആണുങ്ങളാണ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു സ്ത്രീ അത് ചെയ്തിരിക്കുകയാണ്. വിമൻ എംപവർമെന്റ് ജസീന്ത കല്യാൺ. 2024 അന്താരാഷ്ട്ര പപ്പറ്റ് ഫെസ്റ്റിവൽ നടന്നിരിക്കുന്നത് ചണ്ഡീഗഡ്. അന്താരാഷ്ട്ര പപ്പറ്റ് ഫെസ്റ്റിവൽ
ചണ്ഡീഗഡ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കേബിൾ സ്റ്റേയ്ഡ് പാലം, അതായത് ആ പാലത്തിന്റെ പേര് സുദർശൻ സേതു ആണ്. ഭയങ്കര വലിയ വാർത്തയായിരുന്നു. ഇത് സുദർശൻ സേതു സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഗുജറാത്തിലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഇന്ത്യാസ് ലോങ്സ്റ്റ് കേബിൾ സ്റ്റേയ്ഡ് ബ്രിഡ്ജ് എന്ന് പറയും. ഓക്കെ, നമ്മുടെ ഗുജറാത്തിലെ ദ്വാരകെ ഓക്ക എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഇതും ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ ബ്രിഡ്ജിന്റെ ഒരു ഏകദേശം 2.32 കിലോമീറ്റർ നീളമുണ്ട് ഈ പറയുന്ന ബ്രിഡ്ജിന് കേട്ടോ. ഇനി 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി ആഴ്ചയിൽ ഒരിക്കൽ ബാഗ് രഹിത ദിനം, അതായത് ബാഗ് ഇല്ലാതെ നിങ്ങൾ സ്കൂളിൽ വാ, കൈയും വീശി വാ. ഇവിടെ മധ്യപ്രദേശാണ് ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. നോട്ട് നിങ്ങൾ മിസ് ചെയ്യല്ലേ, പഠിക്കുക, ജയിക്കുക, കയറി വാ. താങ്ക് യു.